പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ സാനു കെആർ. ഓണസദ്യയിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന എരിശ്ശേരിയെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. മത്തങ്ങ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. അങ്ങനെ എരിശ്ശേരി ഉണ്ടാക്കുന്ന കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു മൈ ചാനൽ സാനു മീഡിയ. എരിശ്ശേരി നിർമ്മാണത്തിൽ മത്തങ്ങയ്ക്കൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു സാധനമുണ്ട്. അതാണ് വൻപയർ. വൻപയർ നമുക്ക് ആദ്യം എരിശ്ശേരിക്ക് വേണ്ടി തയ്യാറാക്കാം. നാളെയാണ് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കുന്നതെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് ഇന്ന് തുടങ്ങണം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പയറെടുത്ത് രാവിലെ വെള്ളത്തിലിട്ടിരുന്നു. ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞു. വൻപയർ വെള്ളത്തിലിടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇടാൻ. പയറെല്ലാം കേടാകാതിരിക്കാൻ വേണ്ടി പലവിധ രാസവസ്തുക്കളൊക്കെ ചേർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പയർ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ പയർ പതുക്കെ വെള്ളം കുടിച്ച് കുറച്ച് വലുതാവും. പയറിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ ജലപ്രവാഹം ഉണ്ടാവും. അപ്പോൾ പയർ ഈ വെള്ളം വലിച്ചെടുക്കും. ഇക്കൂട്ടത്തിൽ രാസവസ്തുക്കളും പയറിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ പയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. ആ കഴുകി വൃത്തിയാക്കുന്ന അവസരത്തിൽ അതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കറിയിൽ കല്ല് കടിക്കാനുള്ള സാധ്യതയുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പയറാണ് ഇവിടെ ഉള്ളത്. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. മാറ്റുമ്പോൾ ഞാൻ പാത്രത്തിന് മീതെ ഇതേപോലൊരു തുണി വിരിച്ചിട്ട് അതിലാണ് ഈ പയർ എടുത്തിടുന്നത്. ഇതിൽ കല്ലൊന്നുമില്ല. കല്ലുണ്ടെങ്കിൽ കരകരാന്നൊരു ശബ്ദം കേൾക്കും നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത്. ആ സമയത്താണ് കല്ലൊക്കെ നീക്കം ചെയ്യുക. പയർ വാരിയിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലൊന്ന് മൂട്ടിക്കെട്ടി വയ്ക്കാം. മൂട്ടിക്കെട്ടി വച്ചു. അപ്പോൾ പയർ ഈ രീതിയിൽ ഇനി ഒരു 12 മണിക്കൂർ ഇരിക്കണം. 12 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് പതുക്കെ ഒന്ന് മുളച്ചു വരും. ഈ രീതിയിൽ വേണം നമ്മൾ പയർ വർഗ്ഗങ്ങൾ കറിയിൽ ഉപയോഗിക്കാൻ. ഒരു പയർ മുളച്ചു കഴിയുമ്പോഴേക്കും അതിൻ്റെ പോഷക മൂല്യങ്ങൾ 300 ഇരട്ടി വർദ്ധിക്കും. ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുമില്ല. 12 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ഈ പയറൊന്ന് എടുത്തു നോക്കാം. ഓരോ പയറിലും ചെറിയ മുള പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി വേണമെങ്കിൽ കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇത് കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 വിസിലെങ്കിലും വരുന്നവരെ നമ്മൾ അതിനെ വേവാൻ സമ്മതിക്കണം. സ്റ്റീം പൂർണ്ണമായി പോയതിന് ശേഷം മാത്രം നമുക്ക് കുക്കർ തുറന്ന് ഉപയോഗിക്കാം. അപ്പോഴേ പാകത്തിന് വേവായിട്ടുണ്ടാവും. പയർ വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മത്തങ്ങ ചെറുതായിട്ട് മുറിച്ച് റെഡിയാക്കാം. അപ്പോൾ 1 കിലോയോളം വരുന്ന ഒരു മത്തങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കാം. അപ്പോൾ കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തൊണ്ട ആദ്യം നീക്കം ചെയ്യാൻ. കുറച്ച് കട്ടി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് ഇതുപോലത്തെ ക്യൂബ് കഷ്ണങ്ങളാക്കി മാറ്റാം. അപ്പോൾ ഈ മത്തങ്ങയെല്ലാം ഇതേപോലെ തന്നെ നമ്മൾ മുറിച്ചെടുക്കാൻ പോവുകയാണ്. മത്തങ്ങയെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. ഇതേപോലത്തെ ഒരു പാത്രമാണ് മത്തങ്ങ വേവിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇവിടെ പയർ പാകമായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റീം പോയി കഴിഞ്ഞിട്ടില്ല. ആ സ്റ്റീം പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മത്തങ്ങ വേവിച്ചെടുക്കാം. ഈ പാത്രത്തിലേക്ക് ആദ്യമായിട്ട് മത്തങ്ങ ഇടാം. ഇനി 2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അതുപോലെ 1/4 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം.
ലേശം കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി ചില ചേർക്കാറുണ്ട്, ചില ചേർക്കാറില്ല. ഏതായാലും ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പാത്രം ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ വെന്തുകൊണ്ടിരിക്കുകയാണ്. മത്തങ്ങ വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൽ ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ 3 മുളക്, 5 അല്ലി വെളുത്തുള്ളി, 5 ചുള ഉള്ളി, പിന്നെ 1 മുറി തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി നമുക്ക് ഇതിൽ ലേശം വെള്ളമൊഴിച്ച് നമ്മുടെ അവിയലിൻ്റെ എല്ലാം പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം. ഏകദേശം മത്തങ്ങയുടെ വേവ് ആയി കാണും. മത്തങ്ങ വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പയർ വേവിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ തുടങ്ങിയ സാധനങ്ങളൊന്ന് വറുത്ത് ചേർക്കണം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുകിടാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഒരു 2 ചുവന്ന മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷേ മത്തങ്ങയുടെ ഒപ്പം ചേർത്തത് കുറച്ച് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് കുറച്ച് എരിവ് കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല. കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പാകത്തിനായിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഇടാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മത്തങ്ങ എരിശ്ശേരി റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഇനി അതിൻ്റെ സ്വാദം നോക്കാം. ഉപ്പും മുളകെല്ലാം കൃത്യമായിട്ട് ഉണ്ട്. നല്ല രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. സന്തോഷം. ഈ വർഷത്തെ ഓണം സീരീസിലേക്കുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. തുടർന്നും ഇത്തരം വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇത്തരം വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ തൽക്കാലം വിട. ഗുഡ് ബൈ.